ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് വർക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റൂല, ഭയങ്കര ഡൗൺ ആയി ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഓ ഇതൊക്കെ എല്ലാം കൂടി പ്രഷർ എല്ലാം കൂടി ആവും. പക്ഷെ എൻ്റെ മോള് വന്നിട്ട് മമ്മി ഓക്കെ ആണോ, മമ്മി ഓക്കെ ആണോ, അത് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ക്യാപ്ഷൻ പോലെ അതാണ്, എൻ്റെ ഒരു ബയോയിലെ ക്യാപ്ഷനിൽ കാണാം, ഫ്യൂവൽഡ് ബൈ മദർഹുഡ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി പാരന്റിങ്ങിലേക്കായിരിക്കും പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ശരിക്കും അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അല്ല, അങ്ങനെ പറയാൻ കാരണം ആൾക്കാർ ഒന്നാമത് നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇതൊക്കെ അതിന് ഫേസ് ചെയ്ത് വരുമ്പോഴും നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. മദർഹുഡ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ടേൺ ഓവർ നമ്മളെ മക്കളെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നമ്മൾ അത് ചെയ്തുകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം. ആ ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, അത് ആ രീതിയിൽ എടുക്കുന്നവർക്ക് അതൊരു ഫ്യൂവലാണ്. അല്ല ഞാൻ എല്ലാത്തിനും അവരെ ബ്ലെയിം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ പിന്നെ ഓക്കെ, നമ്മളെ പാഷൻ നിർത്താൻ കാരണം അവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കേ ഉള്ളൂ. We don't just raise children here. We raise mothers, we raise homes, we raise hope. വെൽക്കം ബാക്ക് ടു മമാസ് ടോക്ക്. ഇന്ന് നമ്മളുടെ കൂടെ മമാസ് ടോക്കിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരു മോമാണ്, കൂടാതെ ഒരു ഓൺട്രപ്രണർ ആണ്, ആൻഡ് ഒരു ക്രാഫ്റ്ററും കൂടി ആയിട്ടുള്ള ഒരു അമേസിംഗ് സൂപ്പർ മമ്മ ദിൽന. ലെറ്റ്സ് വെൽക്കം ദിൽന ഫുംസി. ഫസ്റ്റ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിൽനനെ എങ്ങനെ പരിചയപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. അതായത് ഒരു ക്രാഫ്റ്റർ ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയിട്ടാണോ, ഒരു മാമയായിട്ടാണോ, എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം? ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ ഞാൻ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് പ്രൊഫഷൻ പാഷൻ ഇതായിട്ട് ഫ്യൂവൽഡ് ബൈ മദർഹുഡ്. ലൈക്ക് എനിക്ക് ഞാനെന്നൊരു വ്യക്തിനെ ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ എൻ്റെ മോളെ ഫസ്റ്റായിട്ട് പ്രസവിച്ചപ്പോഴാണ്. അന്നാണ് എൻ്റെ ശരിക്കത്തെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്. ലൈക്ക് അതിന് മുന്നേ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 to 6 years ആയിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ന വ്യക്തിനെ റിയലൈസ് ചെയ്തത് ഞാനൊരു ഉമ്മയുടെ ശേഷം. അത് ഇന്നെ ചുറ്റുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ മോളായിട്ട് അത്രയും അറ്റാച്ച്ഡാണ്. എല്ലാ ഉമ്മമാരെയും പോലെ തന്നെ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് അതൊരു പെൺകുട്ടിയും കൂടി ആണെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ഒരു റോളാണ്. അവര് എന്തുണ്ടെങ്കിലും നമുക്കൊരു എനർജി തരും. ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്ക് വർക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റൂല, ഭയങ്കര ഡൗൺ ആയി ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഓ ഇതൊക്കെ എല്ലാം കൂടി പ്രഷർ എല്ലാം കൂടി ആവും. പക്ഷെ എൻ്റെ മോള് വന്നിട്ട് മമ്മി ഓക്കെ ആണോ, മമ്മി ഓക്കെ ആണോ, അത് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ക്യാപ്ഷൻ പോലെ അതാണ്, എൻ്റെ ഒരു ബയോയിലെ ക്യാപ്ഷനിൽ കാണാം, ഫ്യൂവൽഡ് ബൈ മദർഹുഡ്. അതാണ് എൻ്റെ ഫ്യൂവൽ, അതാണ് ഇന്നെ നിലനിർത്തുന്നത്. ഇത് ശരിക്കും ഒരു ഗ്രേറ്റ് വേർഡ്സ് ആണ്. കാരണം ഇന്ന് പലരും അവരുടെ പാഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ആഫ്റ്റർ മദർഹുഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ്. പാരന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയർ സ്റ്റോപ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി പാരന്റിങ്ങിലേക്കായിരിക്കും പോവാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ശരിക്കും അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അല്ല, അങ്ങനെ പറയാൻ കാരണം ആൾക്കാർ ഒന്നാമത് നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇതൊക്കെ അതിന് ഫേസ് ചെയ്ത് വരുമ്പോഴും നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. മദർഹുഡ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ടേൺ ഓവർ നമ്മളെ മക്കളെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നമ്മൾ അത് ചെയ്തുകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം. ആ ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, അത് ആ രീതിയിൽ എടുക്കുന്നവർക്ക് അതൊരു ഫ്യൂവലാണ്. അല്ല ഞാൻ എല്ലാത്തിനും അവരെ ബ്ലെയിം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പോൾ പിന്നെ ഓക്കെ, നമ്മളെ പാഷൻ നിർത്താൻ കാരണം അവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കേ ഉള്ളൂ, അവിടെ നിൽക്കും. ദിൽനയുടെ ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. ദെൻ പിന്നെ CA ചാർട്ടേഡ് അക്കൗണ്ട് അതിലേക്ക് പോയി. ദെൻ പിന്നെ ബിസിനസിന്റെ ഫീൽഡിലേക്ക്. അപ്പം ഇത് എങ്ങനെയാണ്, അങ്ങനെ ഒരു ഫ്ലോക്ക് അങ്ങനെ പോയതാണോ? അല്ല, ഞാൻ ആക്ച്വലി എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് എല്ലാവരും പോലെ അന്നത്തെ ആ ഒരു നമ്മൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതായിരുന്നു അംബീഷൻ എന്ന് പറയാൻ പറ്റൂല. അന്നത്തെ ആ ഒരു ഫ്ലോ എല്ലാവരും പറയുന്നത് എന്താവണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആവണം. അല്ല, അന്നത്തെ ഒരു ഫ്ലോയിൽ നമ്മൾ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ +2 സയൻസ് എടുത്തു. സയൻസ് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. എൻ്റെ ഒരു ലൈഫിൽ ഒരു ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഞാൻ അതുവരെ വീട്ടിലൊരു പെറ്റായിരുന്നു, കംഫർട്ട് സോണിലായിരുന്നു. എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഞാൻ ഒരാളായിട്ട് റൂം ഷെയർ ചെയ്യൂല. അങ്ങനെ ഭയങ്കര പെർട്ടിക്കുലർ ആയ ഒരു പേഴ്സൺ പെട്ടെന്നൊരു ഷെയറിങ്ങിലേക്ക് മാറുന്നു, പെട്ടെന്ന് കംഫർട്ട് സോണിൽ നിന്ന് മാറുന്നു. എല്ലാം കൊണ്ടും മാറുമ്പോൾ ആ ചേഞ്ച് എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. ആ ചേഞ്ചിലാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ എനിക്ക് ഇനി എന്തും ചെയ്യാം. +2 കഴിഞ്ഞ് പലർക്കും ഇതൊരു നെഗറ്റീവ് ആയിട്ടാണല്ലോ അവിടെ എങ്ങനെ ഒരു പോസിറ്റീവ് അല്ല, ശരിക്കും ഞാനിപ്പോ എല്ലാവരോടും പറയുന്നത്, എന്റെ ഫാമിലിയിലാണെങ്കിലും ഞാൻ പറയല, എന്താ പറയുക, നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകും, അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് ലൈഫ്. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കിട്ടി നമ്മൾ പറയും, കുഴപ്പമില്ല,
അത്ര ടേസ്റ്റ് ഉള്ള ഫുഡാണ് നമ്മൾ എന്താ പറയല്, ഓ അത് പുറത്ത് പോയി food കഴിക്കാനായിരിക്കും ഫുഡ് നമുക്ക് കഴിക്കാനുള്ള അതിനും വേണ്ടി നമ്മൾ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളെ വീട്ടിലെ ഉമ്മാന്റെ ഫുഡിന്റെ വാല്യൂ എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല അപ്പോഴാണ്. അതുപോലെയാണ് നമ്മളെ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന്, ഞാൻ ഹോസ്റ്റലിൽ നിന്നല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നമുക്ക് നമ്മളെ കംഫർട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ഇന്ന കാര്യങ്ങൾ നമ്മൾ ഒരു സെൽഫ് റിയലൈസേഷൻ വരും. അവിടെയാണ് നമുക്ക് ലൈഫ് ചേഞ്ച്. ഇന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ PC തോമസിലാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റാ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. പക്ഷെ അവിടെ പഠിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു മൊമെന്റ് ചേഞ്ച് വന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ CA ജോയിൻ ചെയ്തു. MBBS വേണ്ട വെച്ചു, CA ജോയിൻ ചെയ്തു. CA ജോയിൻ ചെയ്തിട്ട് പിന്നെ ബ്രേക്ക് വന്നു കൊറോണ ടൈമിൽ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്യും. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പം എൻ്റെ മൈൻഡിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയെങ്കിലും ഉണ്ട്. മാഷാല്ലാ ഞാൻ ഫസ്റ്റ് തൊട്ടേ എനിക്ക് അറിയുന്നവരെന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഒരു വർക്ക് തരലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും ഒരു ടേണിങ്ങിൽ എത്തിക്കണല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഷോപ്പ്, ഇതിന് മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. നാട്ടിൽ എവിടെയില്ല, പുറത്തുനിന്നൊക്കെ വരണം. അതന്നെ 1 വീക്ക് നമ്മൾ ഇന്നെടുത്ത ഓർഡറിന് 1 മാസം മുന്നേ നമ്മൾ ഓർഡർ കൊടുക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്ത് ഇവിടെ നാട്ടിൽ ഈ സാധനം കിട്ടാത്ത. അങ്ങനെയാണ് ഫസ്റ്റ്ലി ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ് ആക്കി കോട്ടയ്ക്കൽ തന്നെ ഒരു ചെറിയ റൂം എടുത്തിട്ട് ഓക്കെ നമുക്ക് നോക്കാം. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റുമോ? എന്റെ ചുറ്റുപാടുള്ളവരും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ I think 2019 or 20 ആ ഒരു ഏജിലാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിച്ച കാര്യം ഫണ്ട്. നമുക്ക് പാഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, ഫിനാൻഷ്യൽ ആ ഒരു സപ്പോർട്ട് കിട്ടണം. അത് ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ഈ ക്രാഫ്റ്റിംഗിൽ നിന്നാണ് മെയിൻലി ഞാൻ ക്രാഫ്റ്റിംഗിൽ പേപ്പർ വെട്ടി കളിക്കാന്ന് എൻ്റെ ഒപ്പം എന്നോട് പറയല്. അവളെ എപ്പോൾ നോക്കിയാലും ഒരു പേപ്പർ വെട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, വീടൊന്നായിട്ട് വൃത്തികേടാക്കും. പക്ഷെ ആ പേപ്പർ വെട്ടി കളിച്ചെന്നാണ് ഞാൻ ഇന്ന് ഇങ്ങനെ എത്തിയത്. അതാണ് എൻ്റെ ഒരു എന്താ പറയാ ഒരു ചേഞ്ചിങ് മൊമെന്റ്. കംഫർട്ട് സോണിൽ നിന്ന് മാറിയതാണ് എൻ്റെ ഒരു ചേഞ്ചിങ് മൊമെന്റ്. അതുകൊണ്ടായിരിക്കില്ല ഇപ്പൊ ഫാഷൻ രംഗത്തേക്ക് വന്നിട്ടും ക്രാഫ്റ്റ് ഞാൻ വിട്ടിട്ടില്ല. ഞാൻ അതിനും വേണ്ടിയിട്ടാണ് ക്രാഫ്റ്റിംഗ്, അത് എൻ്റെ പാഷനാണ്. ലൈക്ക് നമുക്കത് ഒരു ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ട്. ഒരു ആർട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോഴുള്ള അവരൊരു റീപ്ലൈ ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അപ്പൊ ആ ഒരു കിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ക്രാഫ്റ്റിൽ നിന്നും ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാഷൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടുള്ളത് ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇൻസ്പയർ ആയിട്ട് തായ്ലാൻഡ്, ബാലി അങ്ങനെ ട്രാവൽ ചെയ്തപ്പോ കിട്ടിയ കോൺസെപ്റ്റ് ആണ് ഫാഷൻ. ഈ ഒരു കോൺസെപ്റ്റ് മീൻസ് ഡ്രസ്സിന്റെ പരിപാടി നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോട്ടയ്ക്കൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിന് ഡിഫറെന്റ് ആയി എനിക്ക് ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യം എല്ലാം കൂടി ഒരു സ്ഥലത്തില്ല. ലൈക്ക് ഇപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ ഡ്രസ്സ് മാത്രം, ആക്സസറീസ് ഉണ്ടാവില്ല, അതിനെ പറ്റിയ ഹാറ്റ്സ് ഉണ്ടാവില്ല. ഹാറ്റ്സ് ഒന്നും നമ്മളവിടെ ഇല്ലേന്ന്. അങ്ങനെ ചപ്പൽ എല്ലാം ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തരേണ്ട ആവശ്യം വരും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കിട്ടിയത് ഞാൻ ബാലി പോയ ടൈമിൽ എനിക്ക് അവിടുത്തെ ആ ഒരു ബൊഹീമിയൻ ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബാലിയിൽ ഒരു കഫേ ഉണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഭയങ്കര നൈസ് വൈബ് തരും. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു കാംനെസ്, ഒരു ഫീൽ. അത് കഫേ ആണ്. അപ്പൊ ഞാനിങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ മൈൻഡിൽ എനിക്ക് ഈ ബ്രാൻഡ് ലാഫിയറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ ഇതാക്കിയത്. അതിന് എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സാണ്. കാരണം നമുക്ക് ഡ്രസ്സിലാണ് കൂടുതൽ നമുക്ക് എക്സ്പെരിമെന്റിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയപ്പോഴും ഈ ഒരു തീമും ഈ ഒരു എൻ്റെ പേരും നല്ല സിങ്ക് ആവുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബൊഹീമിയൻ കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതും ഈ ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതും ഇതിലാണ് ഞാൻ എന്താ പറയുക എല്ലാം അവിടെ ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ 2 in 1 എന്നൊക്കെ പറയുന്ന പോലെ ഡ്രസ്സ്, ആക്സസറീസ്, ചപ്പൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു തോട്ട് വന്നതാണ്. ഈ ബാലി യാത്രയിൽ നിന്ന് വന്നൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ലാഫിയറ്റ് എന്നുള്ള ബ്രാൻഡ്. പലരും ലൈഫിൽ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് കിട്ടിയിട്ടില്ല, റിയലൈസേഷൻ കിട്ടിയത് ട്രാവലിംഗ് യാത്ര ചെയ്തപ്പോഴാന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് അവിടെ നിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് പിന്നെ ഇപ്പം ഒരു മോമായതിനു ശേഷം എനിക്ക് തോന്നുന്നു മോള് പ്രസവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്കൊക്കെ വരുന്നത്. അപ്പം ആ സമയത്ത് ഡെഫിനറ്റ്ലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പം എങ്ങനെയായിരുന്നു? ഞാൻ സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ട്, മകളെ മിസ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോസ്, സ്റ്റോറീസ്, കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ഉമ്മയാകുന്നതിനോടൊപ്പം കിട്ടുന്ന ഒരു സംഭവമാണ് മോം ഗിൽട്ട് എന്നുള്ളൊരു സംഭവം. നമുക്ക് ടൈം കൊടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ അപ്പൊ ആ സമയത്തുള്ളൊരു മൈൻഡ് സെറ്റ്, ഒരു മെന്റൽ സ്റ്റേറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര ടഫായിരുന്നു. ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ഈ ലാഫിയറ്റിന്റെ ഡ്രസ്സിങ് സ്റ്റോർ തുടങ്ങുന്ന ടൈമിൽ
ഒരു 15 to 30 days എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു പർച്ചേസിന് പോകാൻ വേണ്ടിയിട്ട്. ഞാനും ഹസ്ബൻഡും കൂടെ പോകുന്നു. അപ്പോൾ മോളെ ഉമ്മാന്റെ അടുത്ത് ആക്കി പോകണം. അപ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ അവളെ ആക്കി പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം മമ്മി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അവൾക്ക് അത് മനസ്സിലാവാനുള്ള ഒരു പൊട്ടൻഷ്യൽ എന്തുകൊണ്ടോ മാഷാഅല്ലാ അവൾക്ക് ഉണ്ട്. പക്ഷെ ഞമ്മക്കൊരു ഗിൽറ്റ് ഉണ്ടാവില്ല, അവൾക്കറിയെങ്കിൽ ഞമ്മക്കൊരു ഗിൽറ്റ് ഉണ്ടാവില്ല. ലൈക്ക് നമ്മളെ മക്കളായിട്ട് പോകുന്നു, അതും ഒരാളെ ഉള്ളൂ അങ്ങനെയൊക്കെ പറയില്ല. പിന്നെ ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആലോചിച്ചൊരു വീട് എന്താന്ന് വെച്ചാല്, അവക്ക് വേണ്ടി ലൈക്ക് അവള് നോക്കൂ വലുതാവുമ്പോ അവക്ക് ഒരു ഇതുണ്ടാവില്ല. എന്റെ ഉമ്മ നമ്മളെ ഉമ്മാരൊക്കെ ഒരു സ്റ്റേജിൽ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് വിട്ടത്. എല്ലാ ഉമ്മമാരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്റെ മോളത് ഒരിക്കലും എന്നോട് പറയരുത്. ഉമ്മാനെ കണ്ടിട്ടാണ് കേൾക്കരുത്, സർവൈവ് ചെയ്ത സ്റ്റോറി അവള് കേൾക്കണം. അതായിരുന്നു എന്റെ മെയിൻ എയിം. അവള് പറയണം എന്റെ ഉമ്മ ലൈക്ക് ഉമ്മ അടിപൊളിയാണ്, ഉമ്മാനെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്, എന്റെ ഉമ്മാനെ പോലെ എനിക്ക് ആവണം എന്നുള്ളത് അവള് പറയണം. അതായിരുന്നു എന്റെ മെയിൻ ഒരു ഇത്. അപ്പൊ ഞാൻ വലുതാവും, നമ്മളെ മോം ഗിൽറ്റ് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതാ, ഞാൻ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവൾക്ക് മനസ്സിലാവും. അവള് വലുതാവുമ്പോൾ അവൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഗിൽട്ട് ആവേണ്ട ആവശ്യമില്ല, അവിടെ അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. ശരിയാണ്, നമുക്ക് ആ ഒരു ഗിൽട്ട് ഉണ്ടാവും, അത് ലൈഫ് ലോങ് നമുക്ക് അത്രയും ടൈം നമ്മൾ ഇതാക്കിയില്ലേ, മക്കളെ ഇട്ട് പോയില്ലേ, ഇതൊക്കെ നമ്മളുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് അവർക്ക് റിയലൈസ് ചെയ്യുമ്പോൾ, അവരാ പ്രായം വരുമ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ അതാണ് നമ്മളെ സ്ട്രെങ്ത്. നമ്മൾ അത് അച്ചീവ് ചെയ്ത് നമ്മൾ സർവൈവ് ചെയ്തു എന്നുള്ളത് അവർ കാണുമ്പോൾ അതാണ് നമ്മളെ സ്ട്രെങ്ത്. സോ അത് അങ്ങനെയാണ് ഞാനത് കവറപ്പ് ചെയ്തത്. അതുപോലെ ഇതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് ഫാമിലി സപ്പോർട്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമെന്നുള്ളത് അത്രക്ക് ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാത്ത ലേഡീനെ സംബന്ധിച്ചപ്പോൾ ദിൽന ജസ്റ്റ് ഇമാജിൻ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെയും പാഷൻ ഉണ്ട്. അപ്പോ എന്തായിരിക്കും ഇങ്ങനെ ആയിരുന്നില്ല സപ്പോർട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ എന്താണോ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ ക്രാഫ്റ്റിന്റെ ഷോപ്പ് ഇടുമ്പോൾ എല്ലാരും ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെ ഫിനാൻഷ്യലി. അതാണ് മെയിൻ. നമുക്ക് ഐഡിയാസ് ഒരുപാട് ഉണ്ടാവും. ഇപ്പം നമ്മൾ 10 ആൾക്കാരാണെങ്കിൽ 10 ആൾക്കും 10 ഡിഫറെന്റ് ഐഡിയാസ് ഉണ്ടാവും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് ശരിക്ക് അതിൽ സക്സസ് ആവുക, അല്ലാതെ പ്ലാൻസ് വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം എനിക്കിപ്പോ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ ഇത് കൺവേ ചെയ്തപ്പോ ഫസ്റ്റ് ഉമ്മാന്റെ റിയാക്ഷനായാലും ഉപ്പാന്റെ റിയാക്ഷനും എന്താ ബിസിനസ്, ആദ്യം ഓരോ ചോദ്യം, എന്താ ബിസിനസ്സിലേക്ക് പോണ്, എനിക്കെന്താ അത്ര ഇത്, അങ്ങനെ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉപ്പ ഫാമിലി ഹോട്ടൽ ബിസിനസ് ആണ്, ഉപ്പ ഗൾഫിലാണ്, ഉപ്പ ഓൾറെഡി ബിസിനസ് റൺ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയാണ്. പക്ഷെ വേറെ ആരും അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടില്ല, എസ്പെഷ്യലി ഒരു പെൺകുട്ടികൾ എടുക്കൂലല്ലോ. ഫാമിലിയിലെ ഫസ്റ്റ് ലേഡി അങ്ങനെ വേണമെങ്കിൽ പറയാം, ഞാനാണ് ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് എന്റെ ഫാമിലിയിൽ. പക്ഷെ ആരും അങ്ങനെ എടുക്കാത്തതുകൊണ്ട് തന്നെ ഉപ്പാക്കും തന്നെ ഉപ്പ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് ഈ സ്റ്റാർട്ട് ചെയ്യും, ഞാനായിട്ടൊന്നും എനിക്ക് തരൂല. ഉപ്പ തരും, പക്ഷെ അത് റിട്ടേൺ ഉപ്പാക്ക് കൊടുക്കണം. അതായിരുന്നു ഞങ്ങൾ തമ്മിലൊരു സ്കീം. ഉപ്പ പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ക്യാഷിന് വാല്യൂ വരുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഈ എന്താണോ 5 രൂപ ആണെങ്കിൽ 5 രൂപക്ക് എനിക്ക് വാല്യൂ വരണമെങ്കിൽ അത് ഈ തന്നെ ഉണ്ടാക്കണം. അപ്പൊ എനിക്കൊരു തോട്ട് വരണം. എനിക്ക് ഇപ്പൊ ഞാൻ ഉപ്പാന്റെ കയ്യിൽ നമ്മൾ പറയല്ലോ ഉപ്പാന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ എന്തോ ആവാം. എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഉപ്പാന്റെ ക്യാഷ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. ഞാൻ പറയല്ലോ എൻ്റെ ഉപ്പ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഇതാക്കിയിട്ടുണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഉപ്പ ആ ഒരു ഇത് തന്നിട്ടില്ല. ലൈക്ക് എന്താ പറയാ, ഫിനാൻഷ്യലി പൈസ കുറെ ഉണ്ട്, ഈ ഇത്രയും ചെലവാക്കി അങ്ങനല്ല. ഉപ്പ 1 രൂപ തരുകയാണെങ്കിൽ ആ 1 രൂപ അറിയിച്ചിട്ടാണ് ഉപ്പ എന്നതാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു സപ്പോർട്ട് അവിടെ വരുത്താൻ കാരണം കൺവേ ചെയ്തതുകൊണ്ടാണ്. എന്റെ മൈൻഡിൽ എന്താണോ, എന്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ അവരോട് കൺവേ ചെയ്തു. ഉമ്മാനോടായാലും ഉപ്പാനോടായാലും. ഈവൻ എൻ്റെ ഹസ്ബൻഡ് മാഷാഅല്ലാ ഭയങ്കര സപ്പോർട്ടാണ്. മൂപ്പരുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. അപ്പം ഓരോ സപ്പോർട്ട് ഞാൻ കൺവേ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈൻഡിൽ വെച്ചിരുന്നിട്ടാണെങ്കിൽ ഒരിക്കലും എനിക്കിത്. പക്ഷെ ദിൽനയിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് വരാനുള്ള കാരണം മേ ബി ക്രാഫ്റ്റിൽ നിന്ന് അത് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം. പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് ഹയർ റിസ്ക് ആണ്. മറ്റേത് വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. ഇതൊരു നമ്മളൊരു ഷോപ്പ് നടത്തുക എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ്. അതെങ്ങാനും പാളിപ്പോയാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ അവിടെ വരുന്നുണ്ട്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ എല്ലാത്തിലും നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഹസ്ല്, ഭയങ്കര ടഫാണ്. ആ സ്റ്റെപ്പ് നമ്മൾ കടന്നാൽ പിന്നെ നമുക്ക് എല്ലാം ഈസിയാണ്. പക്ഷെ ആ സ്റ്റെപ്പ് നമ്മൾ കടക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തേ പറ്റൂ. നമ്മൾ ആദ്യത്തെ ചവിട്ടുപടി എന്താണോ അത് മുന്നിൽ വെച്ചേ പറ്റൂ. വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ സപ്പോർട്ട് കിട്ടാത്ത ഫാമിലി ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന്. പക്ഷെ അത് നമ്മളെ തോട്ടാണ്. നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് എനിക്ക് ഇതേപോലെ തുടങ്ങാന്ന് പറയുമ്പോഴും
ശരിക്കും അവർക്ക് ഫാമിലി അല്ല പ്രശ്നം, അവരുടെ ഉള്ളിലെ ലിമിറ്റേഷൻസ് ആണ് അവരുടെ പ്രശ്നം. ഞാൻ കുറെ ആൾക്കാർ എന്നോട് പറയും ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവര് പറയുന്നത് ഫാമിലി അല്ല, അവർ ശരിക്കും ഫാമിലിനോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഫാമിലിനോട് പറഞ്ഞാലല്ലേ അതിന്റെ റിയാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. കൺവേ ചെയ്തിട്ടില്ല. അവരെ മൈൻഡിൽ തന്നെ ഇതൊക്കെ റിസ്ക് ആണ്, പറ്റൂല നമ്മളെ കൊണ്ട്. അതാണ് മെയിൻ. നമ്മളെ തന്നെ എത്രയും ലിമിറ്റഡ് ആക്കി വെക്കുന്നു, അതാണ് പ്രശ്നം. അല്ലാതെ ഫാമിലിയോ സപ്പോർട്ടോ ശരിക്കുള്ള പ്രശ്നം അതല്ല. നമ്മളെ ഉള്ളിൽ നമ്മളെ തന്നെ ലിമിറ്റഡ് ആക്കി വെക്കുകയാണ്, അതാണ് ശരിക്കുള്ള പ്രശ്നം. അതുപോലെ ഇപ്പം ഉപ്പാന്റെ കാര്യം പറഞ്ഞല്ലോ, CA പഠിക്കുന്നപ്പം അവരുടെയൊക്കെ മനസ്സിൽ നീ ഒരു CA ആവുന്നൊക്കെ അല്ലായിരുന്നു. ആ സമയത്ത് ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ഹൈലി റിസ്ക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് അവര് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാല് ഉപ്പാന്റെ കേസിൽ എന്താന്ന് വെച്ചാല് അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണോ ഇതിലേക്ക് വന്നത്? ഞാൻ CA ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് നമുക്കൊരു ടൈമിൽ തോന്നുമല്ലോ, ഓക്കെ സെറ്റ് ആവോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുമല്ലോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ കൊറോണ ടൈം വന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും അപ്പൊ ഒരു ഫ്രീ കിട്ടിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയി ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസിന്റെ കാര്യം വീട്ടിൽ കൺവേ ചെയ്യുന്നത്. ഹസ്ബൻഡോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഹസ്ബൻഡ് കട്ട സപ്പോർട്ടാ, എന്ത് ഞാൻ പറഞ്ഞാലും ഓക്കെ, മൂപ്പര് സപ്പോർട്ടാ. പക്ഷെ ഇത് വീട്ടിൽ കൺവേ ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിലും വീട്ടിൽ ഉമ്മാന്റെയും ഉപ്പാന്റെയും അതും അവര് പഠിപ്പിക്കാൻ വിട്ടിട്ട് ഞാൻ വേറെ ഇതിലേക്ക് മാറുമെന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ചെറിയൊരു സ്റ്റോർ തുടങ്ങണം, പക്ഷെ ഞാൻ CA നിർത്തൂല, അത് പറഞ്ഞിട്ടാ ഞാൻ ആക്ച്വലി ബിസിനസ് ഇട്ടത്. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പം ഉപ്പന്നെ പറഞ്ഞ് CA എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ നിർത്തിക്കോ, എനിക്ക് ബിസിനസ് ആണെങ്കിൽ ഫസ്റ്റത്തെ 2 years ബിസിനസ് ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അത് എങ്ങനെയായിരുന്നു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു? അക്സെപ്റ്റൻസ് ഇതുപോലെ നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ ഉപ്പ ഓക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരും. ഉപ്പ ബിസിനസ് ആയതുകൊണ്ട് ഉപ്പാക്ക് അറിയാം ഇത് ഇത്ര പെട്ടെന്നൊന്നും കിട്ടൂല. ഉപ്പനോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഈ വിചാരിക്കുന്ന പോലെ സിമ്പിൾ അല്ല ബിസിനസ്. എന്താ പറയാ, പെട്ടെന്ന് തന്നെ പൈസ വന്ന് പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കി എല്ലാം ചടപടയല്ല, ടൈം എടുക്കും. അതിനുള്ള പേഷ്യൻസ് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് ഉപ്പനോട് പറഞ്ഞത്. ഉപ്പ ഒന്നിനും എതിര് പറയാത്ത ഒരാളാണ്. ലൈക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ഈ പൈസന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും, എനിക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരും, പക്ഷെ തിരിച്ചിങ്ങോട്ട് തരണം. എനിക്ക് എന്താണോ അതിന്റെ വാല്യൂ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ലൈഫ് ലോങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ എന്നെ ഇപ്പൊക്കെ വേണമെങ്കിൽ പറയാം ഉപ്പം ഇട്ട് തന്ന ഇതാണ് അല്ലെങ്കിൽ അങ്ങനെ, അതിനൊരു വാല്യൂ ഇല്ല. ഈ ഒറ്റയ്ക്ക് വളരുമ്പോൾ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പൊ ആ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റയ്ക്കനെ തുടങ്ങണം, ഈ ഒറ്റയ്ക്കനെ ചെയ്യണം. അപ്പൊ ആ ഒരു അക്സെപ്റ്റൻസ് ഇപ്പൊ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഉപ്പായിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ഓൾറെഡി അവർക്ക് ആ ഒരു സപ്പോർട്ട്. ഈവൻ ഫസ്റ്റ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്റെ ഉമ്മയാണ് ഷോപ്പിൽ നിന്നിരുന്നൊക്കെ. സ്റ്റാഫില്ലായിരുന്നു. ഫസ്റ്റത്തെ 6 month ഒക്കെ എൻ്റെ ഉമ്മ രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ഷോപ്പിലേക്ക് വരും. എന്നിട്ട് ഉമ്മയും ഞാനും കൂടെ കസ്റ്റമർ ഡീൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാഫ്, ഞങ്ങൾ ഉണ്ടല്ലോ സ്റ്റാഫ് എല്ലാം ഞങ്ങൾ തന്നെ ആയിരുന്നു. പിന്നെ ഒരു സ്റ്റേജിൽ ഉമ്മാക്ക് പിന്നെ കഴിയാതായപ്പോൾ ഞാൻ പിന്നെ കയറാൻ തുടങ്ങി. പിന്നെയാണ് നമ്മൾ സ്റ്റാഫ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പോ ഈ സമയത്തൊക്കെ നമ്മൾ ഈ ബിസി സ്കെഡ്യൂൾ, അതും മോള് ജനിച്ചതിന് ശേഷമാണ് ഇതിന്റെ എല്ലാ A to Z കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ സമയത്ത് മോളുമായിട്ടുള്ള ഈ ടൈമൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആണ്. ഞാൻ ടീമിന് കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ടീമിൽ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഒന്നും അങ്ങനെ പറ്റില്ല. ഇപ്പൊ ലൈക്ക് അവളെ ഞാൻ പ്രഗ്നന്റ് ആയ ടൈമിലൊക്കെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. പ്രസവിച്ച് കഴിഞ്ഞ് നമ്മള് ഫസ്റ്റത്തെ കുറച്ച് ടൈമിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഷോപ്പ് ഭയങ്കര മോശമായിട്ട് പോകുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ മോളപ്പം. അപ്പൊ ആ ഒരു ഇത് ഭയങ്കര ടഫ് ആയിരുന്നു എനിക്ക്. ഈവൻ ഡിപ്രഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ആ ഒരു സ്റ്റേജിൽ വരെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയും ഡിപ്രഷൻ നോർമൽ ആണ്, പറയുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് ഭയങ്കര സിവിയർ ആയിരുന്നു. കാരണം എന്റെ ഷോപ്പ് ഭയങ്കര ഡൗണിലേക്ക് പോയി. ഞാൻ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് ഇങ്ങനെ മണ്ണ് വാരി പോവുക, അടിയിൽ മണ്ണ് പൊലിച്ചു പോവാന്നുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ എനിക്ക് ഇവിടെ മോളുള്ളതുകൊണ്ട് മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പോവലുണ്ട് ഷോപ്പിൽ. പക്ഷെ എനിക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകണം. ഓൾറെഡി നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ തന്നെ വീക്കായി നിൽക്കുന്ന സമയമാണ്. ആ ഒരു ടൈമിൽ ഷോപ്പില് കാര്യങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ നോട്ട് അത്ര ഗുഡായിട്ട് പോകുന്നില്ല കാര്യങ്ങളൊന്നും. അപ്പൊ നമുക്കൊരു ടെൻഷൻ, മോളെ കാര്യങ്ങൾ നോക്കണം. ഈവൻ മോളെ ഞാൻ ആക്കി ഷോപ്പിൽ പോവാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീറ്റ്, എന്റെ ഷെഡ്യൂൾ നടക്കാത്ത പോലെ. നമ്മൾ അതിന് മുന്നേ വരെ നമ്മളൊരു ഷെഡ്യൂളിലായിരുന്നു നടക്കുക. പെട്ടെന്ന് ഒരു ഷെഡ്യൂൾ ചേഞ്ച് വരുന്നതാണ് ബേബി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാണില്ല. മക്കൾ കരയുമ്പോൾ നമ്മളെ ഫോക്കസ് ഒക്കെ പോകും. നമ്മൾ മക്കൾ കരയുന്നതിലേക്കാണ് നമ്മളെ ഫോക്കസ് പോവുക. അപ്പൊ അങ്ങനെ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ പിന്നെ ഞാൻ തന്നെ അത് വർക്ക്ഔട്ട് ചെയ്തു. അതിനെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം മൂപ്പരിനോട് പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഇത്ര ചിന്തിച്ചാൽ മതി, എനിക്കൊരു മോളുണ്ടായപ്പോൾ അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ഞാൻ ഒരു കുട്ടീനെ കൊണ്ടെടുക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ ബ്രാൻഡ് കൊണ്ടെടുക്കുന്നത്. അപ്പൊ രണ്ട് മക്കളാണെങ്കിൽ എങ്ങനെ കൊണ്ടെടുക്കുക, അതുപോലെ ഈ കൊണ്ടെടുക്കാൻ പഠിക്കുക. അല്ലാതെ കുട്ടി ഉണ്ടെന്ന് വെച്ചിട്ട് ഈ ബാക്കോട്ട് വലിഞ്ഞാല് എൻ്റെ ആ കുട്ടീനെ ഒഴിവാക്കുന്ന പോലെയാണ്. അതെ അല്ലേ? അപ്പോ എനിക്ക് പറ്റും, എന്നോട് എപ്പോഴും പറയുന്നത് എനിക്ക് പറ്റും, അതിനെന്താ എനിക്ക് വേണ്ട നമുക്ക് ചെയ്യാം, പക്ഷെ എനിക്ക് പറ്റും, ഈ അത് പറ്റണില്ല, എന്നെ കൊണ്ട് കഴിയണില്ല അങ്ങനെ പറയണ്ട, എന്നെ കൊണ്ട് പറ്റും. മൂപ്പര ആ ഒരു സപ്പോർട്ടും പിന്നെ ഈവൻ എൻ്റെ ഫാമിലി ഉമ്മ പറഞ്ഞു ഈ കടയിൽ പോയിക്കോ, കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. എല്ലാവരും നിന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ മാഷാ അല്ലാഹ്, ഞാൻ എന്തോ ഒരു ഭാഗ്യം ഞാൻ എന്തോ ചെയ്തതുകൊണ്ടായിരിക്കാം, എനിക്ക് ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് ഞാനായത്. അപ്പൊ ആ ഒരു ഇത് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതും മോളെ മാനേജ് ചെയ്യാൻ പറ്റിയതും എല്ലാം. ഇപ്പൊ ഞാനും എനിക്ക് അവൾക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അവള് പറയുന്ന ടൈപ്പ്, ഇപ്പൊ നമ്മള് വീക്കെൻഡ്സിലാണെങ്കിലും അവൾക്ക് ഹൈലൈറ്റ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവളായിട്ട് പാർക്ക് പോവും, അല്ലെങ്കിൽ അവളായിട്ട് ഇത് പോവും. അവൾക്ക് വേണ്ടത് എന്തോ, അവൾക്ക് യാത്ര ചെയ്യാൻ ഞങ്ങളെക്കാളും ക്രേസാണ് യാത്ര ചെയ്യാൻ. ഫ്ലൈറ്റിൽ പോകണം, യാത്ര ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആള് കാര്യം. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് പറ്റിയ സ്പോട്ട് ചെയ്താ അത് അങ്ങനത്തെ ഞങ്ങളിപ്പോ നോക്കില്ലേ, അവൾക്കും കൂടി പറ്റിയ സ്പോട്ട് ചെയ്താ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ. ഞാൻ തായ്ലാൻഡ് ഒരുപാട് വട്ടം പോയ ആളാ. പക്ഷെ എന്റെ ഫാമിലി തായ്ലാൻഡ് പോവാന്ന് പറഞ്ഞപ്പോഴും എന്റെ മൂക്ക്, കാരണം മോള് കുറച്ചും കൂടി വലുതായില്ല, അപ്പൊ അവൾക്ക് സഫാരി വേൾഡ് പോയി എത്രത്തോളം ഇഷ്ടം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പോയി അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവളെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ അതാണ് ശരിക്കും ഞങ്ങൾ അച്ചീവ് ചെയ്തത്. അവളെ എക്സൈറ്റ്മെന്റും അവളെ അതും പൈസ പോയതല്ല നോക്കുന്നത്. നമ്മൾ പോയ സ്ഥലത്തേക്ക് വീണ്ടും പോകുമ്പോഴായിരിക്കും വെറുതെ വേസ്റ്റ് ഓഫ് മണി, കണ്ട സ്ഥലം തന്നെയല്ലോ. പക്ഷെ അവളെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഇതിന്റെ ശരിക്കും ഞങ്ങൾ ഹാപ്പി ആയി. അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു അവള്. ഇപ്പം ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പക്ഷെ പാരന്റ് ആയി കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നവരാ. അവർക്ക് കൊടുക്കാനുള്ള ദിൽനയുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? എനിക്കങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഇന്ത്യയിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, എന്ത് പെണ്ണാണ്, ഉമ്മയാണ്, എന്റെ കുട്ടീനെ ഇട്ടിട്ടാണ് പോകുന്നുണ്ട്. സൊസൈറ്റിയുടെ കമന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ 1 month 15 days അബോ ഒക്കെ പോകുമ്പോ ഓൾ ആ കുട്ടീനെ ഇട്ടിട്ടാണ് ആ ചെറിയ പൈതല് 8 മാസം 9 മാസം ഉള്ളപ്പോ ഞാൻ ഫസ്റ്റ് പോയത്. ആ ടൈമിലൊക്കെ പോയപ്പോൾ ഓൾ ആ പിഞ്ചു കുട്ടീനെ ഇട്ടിട്ടാണ് ഇന്നെ ഭയങ്കര ക്രൂവലാക്കിയിട്ടുണ്ട്. ഞാൻ എന്തോ ഭയങ്കര മോൺസ്റ്റർ ആണെന്നുള്ള ലെവലില് പറഞ്ഞവരുണ്ട്. ചുറ്റുള്ളവർ തന്നെ നല്ലൊരു ഉമ്മയല്ല, നല്ലൊരു ഉമ്മയല്ല, നല്ലൊരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഓൾ അങ്ങനെ പോവില്ല. ബിസിനസ് ഒക്കെ ശരിയാണ്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഓള് നല്ല ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഓൾ ഒരിക്കലും അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്തവരുണ്ട്, എന്റെ കൂടെ നിന്നവരുണ്ട്. സപ്പോർട്ട് നമ്മള് എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മൾ നെഗറ്റീവ് മാത്രം എയിം ചെയ്ത് പോയാൽ നമുക്ക് നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് നെഗറ്റീവ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ അതിലെ പോസിറ്റീവ് ഒന്നായിരിക്കും, ചിലപ്പം ഒന്നും ഉണ്ടാവില്ല. 100 ആൾക്കാരിൽ ഒരാൾ മാത്രമായിരിക്കും നമ്മളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതെടുത്താൽ മതി, അതെടുത്താൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പൊ സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്നവരോടും അവർക്കൊരു ഇതുണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഉമ്മ അതിന്റെ ശേഷം നമുക്ക് പാരന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്ന് അങ്ങനെ തിങ്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ആ തോട്ട് വരുന്നുണ്ട്. ആ തോട്ട് എങ്ങനെ അതിലേക്ക് എനിക്കിത് എന്തുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്തുകൂടാ, ഞാൻ കുട്ടീനെ നോക്കിയിട്ട് എനിക്കിതൊക്കെ ചെയ്യാം, ഞാൻ കുട്ടീനെ നോക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളല്ലല്ലോ. ഉമ്മ എന്ന് പറയുന്നതും നമ്മള് കുട്ടീനെ നോക്കാന്ന് പറയുന്നതും ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല, ആരും ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് നമ്മൾ എന്താണ് നമ്മൾക്ക് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിന് ഇനി ഒരാളെ ഇത് വേണമെന്നില്ല. ഒരു മൾട്ടി ടാസ്കിങ് സ്ത്രീകൾക്കുള്ള ഒരു സ്പെഷ്യൽ കഴിവാണെന്ന് പറയും. അപ്പം അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ബാലൻസ്? മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ്. ശരിക്കും മൾട്ടി ടാസ്കിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ മൾട്ടി ടാസ്കിങ്ങിന്റെ മുകളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളെ കാര്യം നോക്കണം, ഇനിയിപ്പോ നമ്മള് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് തന്നെ ഒരു ഇത് കൊടുക്കല്ലേ, മൾട്ടി ടാസ്കിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവർക്കും ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറയട്ടെ, ഇപ്പൊ നമ്മള് പാരന്റ് ആയതിനു ശേഷം നമുക്ക് ലിമിറ്റേഷൻസ് കൊടുക്കുകയാണ്. അതെ, സത്യം. നമ്മൾ ലിമിറ്റേഷൻസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യാൻ മുന്നോട്ട് പോവാത്തത്. നമ്മൾ വിചാരിക്കണം ഓക്കെ എന്നെ കൊണ്ട് പറ്റും. 10ാം ക്ലാസ് നമ്മൾ SLC എഴുതാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം ഞാൻ അത് തോൽക്കും എന്ന് വിചാരിച്ചു പോയാൽ ഞാൻ തോൽക്കും. അതേ സ്ഥാനത്ത് നമ്മൾ SLC എഴുതിയിട്ട് നമ്മൾ പാസ്സാവുന്നില്ലേ, നമ്മൾ പഠിച്ച് പാസ്സാവുന്നില്ലേ, അന്ന് എടുക്കുന്നതിന്റെ ഒരു എഫേർട്ടിന്റെ ഒരു
5% എടുത്താൽ മതി നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പാഷന് വേണ്ടിയിട്ട്. പ്രസവിച്ച് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കണം എൻ്റെ മോളെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു 5% നമ്മൾ എടുത്താൽ എല്ലാവർക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ജീവിക്കാൻ പറ്റും. പക്ഷെ അത് എടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ മൊത്തം വരുന്നത്. പക്ഷെ പലരും തളർന്നു പോകുന്നത് ഇങ്ങനെയുള്ള സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഒരു പാരന്റ് എന്ന സമയത്ത് കമന്റ്സ് നെഗറ്റീവിന്റെ 10 ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ആ 10 ആൾക്കാരെ മെയിൻ ചെയ്യണ്ട. ഒരാള് പറയണം എടി ഈ ഉഷാറാടി ഈ നല്ലതാടി ചെയ്യുന്നു പറയുന്നത് അതെടുത്താ പോരെ. ആരും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ പറയും, ഷുവർ ആയിട്ട് പറയും. എന്റെ മോള് എന്നോട് ഞാനിപ്പം ചിലപ്പോ ഞാൻ പറഞ്ഞ ചില ദിവസങ്ങൾ നമുക്ക് മോശമായിരിക്കും, കസ്റ്റമറെ കയ്യിൽ നിന്നായാലും എന്തെങ്കിലുമൊക്കെ ഒരു മോശമായിട്ട് വരും. അപ്പൊ ഞാനിങ്ങനെ ഡെസ്പായിരിക്കുമ്പോൾ മോള് വന്നിട്ട് എന്നോട് മമ്മി ഓക്കെ അല്ലേ എന്നോട് കെട്ടിപ്പിടിക്കും. ഞാൻ എന്താ അവളോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇമോഷൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അത് മതി. ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബോണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒന്നും ലിമിറ്റഡ് ആയിട്ട് അവിടെ വരുന്നില്ല. മക്കൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാം. അതൊരു ലിമിറ്റേഷൻസേ അല്ല. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഹസ്ബൻഡിന്റെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ആളെ ലൈഫിൽ എത്രത്തോളം ആളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ പറയാനുണ്ടാവും. അപ്പൊ ആളെ കുറിച്ചിട്ട് പറയുന്നത് എൻ്റെ ഉമ്മ, ഈ ഹസ്ബൻഡ് എന്നൊക്കെ ഇവര് രണ്ടുപേരും ഭയങ്കര മെയിൻ പില്ലേഴ്സാണ്. ഞാൻ എന്ന വ്യക്തിയുടെ 2 മെയിൻ പില്ലേഴ്സ് അവർ രണ്ടാളും. ലൈക്ക് ഉപ്പ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഇവർ രണ്ടാളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. എസ്പെഷ്യലി ഹസ്ബൻഡ്. ഞാൻ ബിസിനസ്സൊക്കെ എന്നുള്ള ഫീൽഡ് അങ്ങനെ ചിന്തിക്കാൻ, കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആണ്. ഈ പറഞ്ഞ പോലെ തുടങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണം. പക്ഷെ എനിക്ക് ആ ഒരു പുഷ് തന്നത് എന്നെ കൊണ്ട് പറ്റൂടി, ഇത് നോക്കിക്കോ, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആ ഒരു പുഷ് ഉണ്ടാവില്ല നമുക്ക് എല്ലാ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു പുഷ് കിട്ടിയാൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻസ് കിട്ടില്ല. ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഹസ്ബൻഡായിരുന്നു. ആ ഒരു എന്താ പറയാ എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തതും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് ഫിനാൻഷ്യൽ ഇത് വരികയാണെന്നുണ്ടെങ്കിലും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, നമുക്ക് റിക്കവർ ചെയ്യാം. ഇപ്പോഴും എനിക്ക് പറഞ്ഞു തന്നെ ലിമിറ്റഡ് ആവല്ലേ. ഞാൻ ചിലപ്പോൾ വർക്ക് എടുക്കാതിരിക്കുമ്പോഴൊക്കെ എന്ത് ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നു, വർക്ക് എടുത്തോട്, അടുത്ത വർക്ക് എടുത്തോട്. എന്നിട്ട് മൂപ്പർ ഹസ്ബൻഡിന്റെ ഒക്കെ ലൈക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ വർക്ക് എനിക്ക് കൊടുന്നരും. വെറുതെ ഇരിക്കണ്ട, ഈ വർക്ക് എടുത്തോ. എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം എന്നറിയാം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ വരുമല്ലോ, അത് വരണ്ട വെച്ചിട്ട് എന്താ പറയാ ഓരോ ന്യൂ ഐഡിയാസ് ആയിട്ട് വരും. ഇപ്പൊ അങ്ങനെ ന്യൂ ഐഡിയാസ് നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ചെയ്യണ്ടേ, അത് ചെയ്യണ്ടേ. ആ ഒരു സ്പിരിറ്റ് കിട്ടുന്നത് മൊത്തം ഹസ്ബൻഡായിരുന്ന. ലാഫിയറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഒരു ലാഫിയറ്റിന് ഇൻഷാല്ല നെക്സ്റ്റ് പ്രൊജക്ട് ഈ വർഷം അല്ലെങ്കിൽ ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതിൽ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗിലാണ്. ഇൻഷാല്ല നെക്സ്റ്റ് വർഷം ഫസ്റ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് ആയിട്ട് ഇൻഷാല്ല റിവീൽ ചെയ്യും. ഒരുപാട് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ മാമയിൽ നിന്നും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മറ്റൊരു സൂപ്പർ മാമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ. We don't just raise children here. We raise mothers, we raise homes, we raise hope.